ഒരു കുട്ടിക്ക്, ഒരു അധ്യാപകന്, ഒരു ബുക്കിന് അല്ലെങ്കിൽ ഒരു പേനയ്ക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ലോകം അറിയേണ്ട വനിതകളുടെ സംഗമവേദി, ഇത് റെഡ് കാർപ്പറ്റ്. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ചുങ്ക ജ്വല്ലറി റെഡ് കാർപ്പറ്റ്. നമ്മുടെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്ന പ്രതിഭാ മുഹൂർത്തങ്ങളുമായിട്ട് ഈ വേദി ഒരുങ്ങിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അധികം നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു പ്രത്യേക ഇഷ്ടവും സ്ഥാനവും ഒക്കെയുള്ള ഒരു അഭിനേത്രിയാണ്. ഒരു കുടുംബിനി എന്ന് പറയുമ്പോൾ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അമൃത ടിവിയിലെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഒരു അവതാരകയാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും ആരായിരിക്കുന്നു. ഒട്ടും സമയം കളയണ്ട, വളരെയധികം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആനി ഷാജി കൈലാസ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, പണ്ട് സിനിമയെ കാണുമ്പോഴും അല്ലെങ്കിൽ പിന്നെ എപ്പോഴൊക്കെ ചേച്ചിയുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴൊക്കെ എപ്പോഴും ഒരേപോലെ സുന്ദരിയായിട്ട്, പോസിറ്റീവായിട്ട്, എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്താ അതിന്റെ രഹസ്യം? രഹസ്യമൊന്നും ഇല്ല നമ്മളെ. ഓൾവേസ് എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ പോസിറ്റീവായിട്ട് എടുക്കണം, എല്ലാ കാര്യവും എപ്പോഴും എനർജറ്റിക് ആയിട്ട് നടക്കാനാണ് ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഒരിടത്ത് 5 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. സംസാരിക്കാതിരിക്കാനൊക്കെ അതൊക്കെ എനിക്ക് ജീവിതത്തിൽ തരുന്ന ഏറ്റവും വലിയൊരു പണിഷ്മെന്റ് ടാസ്ക് ആണല്ലേ. അപ്പൊ ആനി ചേച്ചിയോട് നമുക്ക് എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ആനി ചേച്ചിയുടെ വാലൊരു തീർന്നു. പിന്നെ എന്നെ നോക്കുക വേണ്ട എനിക്ക്. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ മെന്റലി എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരും, ഡിപ്രഷൻ ചിലപ്പോൾ വന്നിരിക്കും. വർത്താനം പറയരുതെന്ന് മാത്രം പറയരുത്. പക്ഷെ എന്നെ സംബന്ധിച്ചുണ്ടല്ലോ എപ്പോഴും മനസ്സിൽ ഓപ്പൺ ഹാർട്ടഡ് ആയിരിക്കണം. എപ്പോഴും തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ലതേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിനകത്ത് എന്നതേലും വെച്ചിട്ട് ഒരാളോട് ബിഹേവ് ചെയ്യാനോ, ഇപ്പൊ മോളോട് തന്നെ ആണെങ്കിലും എന്നേലും ഒരു കാര്യം പറയണമെന്നുണ്ടല്ലോ ഞാൻ അങ്ങ് ഓപ്പൺ ആവും. ബിക്കോസ് എനിക്ക് അത് മനസ്സിൽ വെച്ച് പരിചയം ഉണ്ടാവണം, ഫ്രണ്ട്സ് അങ്ങനെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഹൈ ഹലോ പറയും. എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. വേറെ സർട്ടൻ പീപ്പിൾ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിലർക്ക് കുറച്ചു പേർക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അമൃത ടിവിയുടെ ആനീസ് കിച്ചൺ വന്നതോടുകൂടി എല്ലാവർക്കും ആനി ചേച്ചി ഭയങ്കര ഇഷ്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ ചെന്നാലും ആനി ചേച്ചിയുടെ പരിപാടി കാണാറുണ്ട്. ആ സംസാരം ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ സംസാരം, എന്നാക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ശരിക്കും എൻ്റെ ദേവിയുടെ അനുഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രേക്ഷകർ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലായാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് എന്താ പറയുക, ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ദേവിയോട് എൻ്റെ പ്രാർത്ഥന. അപ്പൊ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് പാഷൻ അങ്ങനെ കുഞ്ഞിലെ മുതൽ ചെയ്യുന്നതാണോ, അതെയോ കുറച്ച് കല്യാണത്തിനൊക്കെ ശേഷമാണോ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്? കുക്കിംഗ് ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. കുഞ്ഞുനാള് പോലെ ആന്നേലും അമ്മയുടെ കൂടെ ഒക്കെ നിൽക്കാനും ഒക്കെ ഇല്ലേ, ഈ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുമല്ലോ എന്തായാലും ചെയ്യാനും. അന്നേരം അമ്മമാരൊക്കെ എന്നാ ചെയ്യുന്നത്, മാക്സിമം പെമ്പിള്ളാരെ കൊണ്ട് പാത്രം കഴിപ്പിക്കും അല്ലേ, തേങ്ങ തിരുമാൻ പറയും, അല്ലെങ്കിൽ എന്നേലും അരിയാൻ പറയും, ഇതൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുവാന്നേല് ഞാൻ 8th പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പൊ അതിനെക്കാട്ടിലും കൊച്ചില്ല എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങളൊക്കെ തീരെ കൊച്ചാ. അന്നേരം ഈ മാക്സിമം പോയൊരു പാത്രം കഴിപ്പിക്കുമെന്നല്ലാതെ വേറെ ഹെവി ജോലികളൊന്നും അമ്മ തന്നതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. അമ്മ മരിച്ചേ പിന്നെ ശരിക്കും കുറച്ചുകൂടെ പാമ്പേർഡായി. ഞങ്ങൾ വളർന്നൊരു ജോയിന്റ് ഫാമിലിയിലാണ്. അപ്പൊ അപ്പച്ചനും അമ്മച്ചിയും അപ്പായുടെ എല്ലാ ഫാമിലിയും ഉണ്ട്, ചിറ്റപ്പൻ എല്ലാവരും ഉണ്ട്. അന്നേരം എന്നാ ചെയ്യും, എല്ലാവരും പറയൂ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ അവരെ ഒന്നും ചെയ്യിക്കണ്ട, അവരങ്ങ് പോക്കോട്ടെ വിട്ടേക്ക്, അതായതാന്ന് പറഞ്ഞ് കുറച്ചുകൂടെ പാമ്പേർഡായി. അപ്പൊ ഒന്നും ചെയ്യിച്ചില്ല. പക്ഷെ എൻ്റെ അമ്മച്ചിയെ സംബന്ധിച്ച് അമ്മച്ചി നല്ല ഒരു കുക്കാണ്. പുള്ളിക്കാരത്തി ഭയങ്കര ഒരു എന്താ പറയാ സ്മാർട്ട് ലേഡി ആയിരുന്നു. എന്നുവെച്ചാൽ YWSAയിലെ ഒരു നമ്പർ 1 ലേഡി ആയിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പുള്ളിക്കാരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു. അതിന്റെ ഒരു ചെറിയൊരു എന്നതേലും ഒരു ജീൻ എൻ്റെ ദേഹത്ത് വന്നിട്ടുണ്ടാവും, ഒരു അംശം. പക്ഷെ ഞാൻ ആ ഫുൾ കഴിവ് അമ്മച്ചിയുടെ കിട്ടിയെന്നൊന്നും ഞാൻ പറയുകയല്ല. അമ്മച്ചി ഭയങ്കര കുക്കിങ്ങും ഒക്കെയാ. ഈ പറയുന്ന എൻ്റെ അമ്മയും നല്ലോണം ചെയ്യും. ഇവിടെ ഒക്കെ അടുത്ത് പോയി നിന്ന്, അടുപ്പിന്റെ അടുത്തൊക്കെ പോയി നിന്ന് എന്നാ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ അതിനെ ശരിക്കും എന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നത് ശരിക്കും കല്യാണത്തിന് ശേഷം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ലോക്ക്ഡൌൺ ആയ സമയത്ത് ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൂടുതൽ കുക്കിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങി, കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ തോന്നി. അപ്പൊ ഓൾറെഡി ചേച്ചി ഇതൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് വെച്ചപ്പോൾ ചേച്ചിയുടെ ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്തിനാ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ കുറച്ച് സ്പിരിച്വാലിറ്റി കുറച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. ഞാനൊരു ദേവീ ഭക്തയാണ്, ശ്രുതി സായിയുടെ ഭക്തയാണ്. അപ്പൊ ദേവിയിലേക്ക് കുറച്ച് കൂടുതൽ അടുക്കാൻ അമ്മ എന്താണ്, അമ്മയെ പറ്റി പറയാനൊന്നും പറ്റില്ല,
ഇങ്ങനെ കടലോളം കിടക്കുന്ന അമ്മയെ പറ്റി നമ്മൾ എന്ത് പറയാൻ, ഒന്നും പറയാനില്ല. പക്ഷെ എന്നാലും ആധ്യാത്മികമായിട്ട് കുറച്ചൊക്കെ ഉള്ളിലേക്ക് എത്താൻ ശ്രമിച്ചു ഈ ലോക്ക്ഡൌൺ ടൈമിൽ. നമുക്ക് റെഡ് കാർപ്പറ്റിലെ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ പെർഫോമർ ആരാണ്, എന്താണ്, എവിടെ നിന്ന് വരുന്നു ഒക്കെ നമുക്കറിയാം. ചെറിയൊരു ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് കാണാം. പിന്നെന്താ? ഓക്കെ. എൻ്റെ പേര് കാർത്തിക. എൻ്റെ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രമാണ്. ഞാനിപ്പോൾ ഒരു HR പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഡോക്ടറേറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ. 4 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒന്ന് പഠിത്തം, എൻ്റെ ജോലി, കുടുംബം, സംഗീതം. ഇത് 4ഉം കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശരിക്കും ഫാമിലി സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ സപ്പോർട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇതിലെ തന്നെ അവൾക്ക് പാട്ടിനോടും മറ്റു കലകളോടും ഒക്കെ നല്ല താല്പര്യമായിരുന്നതുകൊണ്ട് അതെല്ലാം പഠിക്കാനും അനുവദിച്ചു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൽ. ഒന്നും വിടാതെ എൻ്റെ എഡ്യൂക്കേഷൻ്റെ കൂടെയും ജോലിയുടെ കൂടെയും എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. ഒന്നും നിർത്തേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം. ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ദൃഢനിശ്ചയത്തിലൂടെ, ഡിറ്റർമിനേഷനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. സോ റെഡ് കാർപ്പറ്റിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം അല്ലേ. കാരണം ഒരു നല്ലൊരു വീട്ടമ്മയാണ്, അതുപോലെ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ കൂടെ പാട്ട് പാടുന്നു, അങ്ങനെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആനി ചേച്ചിക്കും ചോദിക്കാനുണ്ടാവും, പ്രേക്ഷകർക്കും അറിയാനുണ്ടാവും. അപ്പം സ്വാഗതം ചെയ്യാം കാർത്തിക നായർ. സോ കാർത്തിക, എന്തുണ്ട് വിശേഷങ്ങൾ? ഹാപ്പിയാണോ? ഹാപ്പിയാണെന്ന് എനിക്ക് മുഖം കാണാൻ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഇത്രയും നല്ല പോസിറ്റീവ് വൈബ്സ് ഉള്ള രണ്ടുപേരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐ എം വെരി ഹാപ്പിയാണ്. ആനി ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കണ്ട് ഭയങ്കര ഇങ്ങനെ ഉള്ളു നിറഞ്ഞിരിക്കുക. ഇപ്പോഴും ഓർമ്മയുണ്ട്, മഴയത്തിന് മുൻപേ ഞാൻ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ കണ്ടോ ആയപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഓർമ്മയാണ്. അപ്പൊ അന്ന് ജീൻസും ടോപ്പും ഭയങ്കര അനുചേച്ചിയുടെ മുമ്പിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, അന്ന് അങ്ങനെ ഭയങ്കര ചിരിച്ച് കളിച്ചു അടിച്ചു പൊളിച്ചു നടന്ന ആനി ചേച്ചി ഇപ്പൊ ഭയങ്കര ഒരു ഒതുങ്ങിയൊക്കെ ഇരിക്കണ കാണുമ്പോ നമുക്ക് തോന്നും ഇപ്പൊ നല്ല കൊച്ചായിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ശരിക്കും അങ്ങനെ നടക്കാറ്. ഈവൻ കാലം നമ്മളത് സമ്മതിക്കുകയല്ല, പ്രായമായ ഒക്കത്തുള്ളൂ. പക്ഷെ എന്നാലും മനസ്സുകൊണ്ടില്ലേ നമ്മളെപ്പോഴും അങ്ങനെ എവറി പേഴ്സൺ. ഞാനൊന്നും ഒതുങ്ങിയിട്ടില്ലല്ലോ, കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നല്ലേ. എനിക്കിഷ്ടം അങ്ങനെ ഓടി നടക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓൾവേസ് ആക്റ്റീവ്. അല്ലാതെ നമ്മൾ എന്നത്തിന് ഒരിടത്ത് കുത്തിപ്പിടിച്ചിരുന്നിട്ട് എന്നാ നേടാനാ അല്ലേ. ഉള്ള നേരം നമുക്ക് ദൈവം തരുന്ന എൻജോയ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമ്മളാൽ കഴിയുന്ന ഒക്കെ അല്ലേ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് നമ്മൾ ഒരിക്കലും കളയരുത്. ഈവൻ എൻ്റെ ഒരു പോളിസി എന്നാന്ന് വെച്ചാൽ നമുക്ക് എന്നതേലും ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ മാരീഡ് ആണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ ഫാമിലിക്ക് കൊടുത്തേച്ച് നമ്മൾ നമ്മുടെ കാര്യം നമ്മുടെ ഇഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ഒരു സപ്പോർട്ടീവായ ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പിന്നെ എന്നാ നമ്മൾ ഡോണ്ട് കെയർ. അതാണ് എൻ്റെ ഒരു ഇഷ്ടം. ഞാൻ പറയുന്നത് ഇപ്പം പറയുമായിരുന്നു നല്ല കഴിവുകളുള്ള ഒരു കുട്ടിയാണ്, പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട്? വളരെ വളരെ സപ്പോർട്ടീവാണ്. അപ്പം കൊച്ചിലെ മുതൽ എൻ്റെ അമ്മയും അമ്മുമ്മയും എനിക്ക് എടുത്തു പറയേണ്ട 2 ആൾക്കാരാണ്. എല്ലാത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിലെ യൂത്ത് ഫെസ്റ്റിവൽ വേദികളിലാണെങ്കിലും എല്ലാത്തിലും എന്നെ കൊണ്ടുപോയി നടന്ന് 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ വെയിറ്റ് ചെയ്ത് എന്താ പറയാ ആഹാരം പോലും കഴിക്കാണ്ട് അത്രയ്ക്കും എനിക്ക് ആ ഒരു സപ്പോർട്ട് എനിക്ക് ആദ്യം മുതലേ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് കല്യാണത്തിന് ശേഷമാണെങ്കിലും അങ്ങനെ ഒരു അലയൻസ് കിട്ടിയത് തന്നെ ദൈവഭാഗ്യം. അതാണ് ചേച്ചിയും പറഞ്ഞത്, അങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്ക് തന്നെ ഒരു സ്പെഷ്യൽ ക്ലാപ്പ് കൊടുക്കണം. അതെ, പുള്ളിക്ക് നമുക്ക് അമൃത TV റെഡ് കാർപ്പറ്റിന് വക ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ അത്രയും സപ്പോർട്ടീവ് ആയിട്ടൊരു ഹസ്ബൻഡ് പറയുന്നത് സംതിങ് ഗ്രേറ്റ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? പൈലറ്റ് ആണ് പുള്ളി. കോർപ്പറേറ്റ് പൈലറ്റ് ആണ് പുള്ളി. അപ്പോൾ ഏവിയേഷൻ ഫീൽഡിലാണ്. ശരി ശരി. നമുക്ക് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? നല്ലൊരു ഗായികയാണെന്ന് മനസ്സിലായി, എന്നാലും ഏത് പാട്ടാണ്, എന്താണ്? ആനി ചേച്ചി ഇവിടെ ഗസ്റ്റ് അല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു ആനി ചേച്ചി ഉള്ള ഒരു സിനിമയിലെ പാട്ട് തന്നെ എനിക്ക് പാടണം. അടിപൊളി. എന്തിനു വേറൊരു സൂര്യോദയം. വെരി ഗുഡ് വെരി ഗുഡ്. മഴയത്ത് മുൻപേ എനിക്ക് വളരെ ഇഷ്ടമുള്ള നല്ല പാട്ടാണ്. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ സിനിമയിൽ അഭിനയിച്ച ടൈമിലുള്ള? ശരിക്കും ഞാൻ പറയാം, ആ സമയത്ത് ആ ഒരു ഫിലിം ഇതൊക്കെയാണ് ഇന്നും എൻ്റെ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്നത്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഫിലിം തന്ന ഒരു ബ്രേക്കാണ്
ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഇന്നും ശ്രുതിനെ ഓർക്കാത്ത ഒരു ആൾക്കാർ പോലും ഇല്ല. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് കമൽ സാറിൻ്റെ അടുത്ത് പറയണം. കാരണം എന്നെ ആ ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്തതിന്. ഈവൻ മമ്മൂക്കായുടെ കൂടെ ഒരു 3rd മൂവി ചെയ്യുക, ഒരു നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്കൊരു ബ്ലെസ്ഡ് ആണ് ശരിക്കും. ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹമാണ് ആ ക്യാരക്ടർ. സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത് അത് എപ്പോഴും ശ്രുതിയായിട്ട് അതിനകത്ത് ആക്ച്വലി ഞാൻ അഭിനയിച്ചിട്ടില്ല. അതാണ് സത്യം. ദാറ്റ്സ് മൈ ക്യാരക്ടർ. ഓ അത് ശരി. അത് അങ്ങനെ ഒരു നല്ലൊരു കുട്ടിയായിട്ട് നടക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ സെക്കൻഡ് ഹാഫിലെ ക്യാരക്ടർ ഞാനല്ല കേട്ടോ, അതൊന്നും കൂട്ടരുത്. ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു പക്ഷെ അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് അല്ലേ ഇപ്പോഴത്തെ ആ ഒരു ക്യാരക്ടർ വൈസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. വളരെ എന്നെ അത് ഇവിടെ പിടിച്ചിങ്ങനെ കസാരയൊക്കെ ഇരുത്തിയോണ്ടായിരിക്കും കേട്ടോ. ചേച്ചി പറഞ്ഞുള്ളൂ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റൂല. പക്ഷെ എന്ത് ചെയ്യാനാ ചേച്ചി, എന്നോട് ക്ഷമിക്കൂ. കയ്യേ അങ്ങനെയൊന്നല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. പക്ഷെ നമ്മൾ പറഞ്ഞല്ലേ കാലം ചെല്ലും തോറും കുറച്ച് മെച്ചോർഡ് ആവണ്ടേ. പക്ഷെ എന്നെ സംബന്ധിച്ചാണാവോ എന്തോ എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ എന്തായാലും റെഡി അല്ലേ കാർത്തിക? യെസ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഞങ്ങൾ Thank you, രണ്ടുപേരും Swastika. പെർഫോമൻസ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നൂഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയോ, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നൂഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ. മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു സൂര്യോദയം. ബ്യൂട്ടിഫുൾ. നല്ല സോങ് സെലക്ഷൻ ആനി ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത്. ഇഷ്ടപ്പെട്ട ആനി ചേച്ചി? താങ്ക് യു. ഭയങ്കര എനിക്ക് എന്താ പറയാ, ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു അല്ലേ ആ സമയത്തെ ഒക്കെ കാര്യങ്ങൾ. താങ്ക് യു സോ കാർത്തിക അടിപൊളിയായിരുന്നു. ഭയങ്കര Thank you. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പാട്ടുകളാണ് ഞങ്ങൾക്ക് വേണ്ടി. അതും ആനി ചേച്ചിക്ക് 2 ഫേവറേറ്റ് സോങ്സ് ആയിരുന്നു തോന്നുന്നു അല്ലേ? പിന്നെ മെലഡി സോങ്സ് Thank കൂടുതൽ you. ഇഷ്ടം. കൂടുതൽ എൻ്റെ സൗണ്ടിന് എനിക്ക് തോന്നുന്നു അത് സൂട്ട് ചെയ്യും. എല്ലാം പാടും. അങ്ങനെ ഉണ്ടോ? അടിപൊളി കാരണം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല ഇപ്പൊ ഫസ്റ്റ് അറിവ് കേട്ടോ, ഈ പാട്ടുകാർക്ക് ഇങ്ങനെ സൗണ്ട് അനുസരിച്ച് നമ്മുടെ വോയിസ് അനുസരിച്ച് മെലഡി അങ്ങനെ നമുക്ക് സെലക്ഷൻ ചില സോങ്സ് ഒന്നും നമ്മൾ എത്ര പാടിയാലും അതങ്ങ് ഒത്തുവരികയില്ല. ഓ അത് ശരി, ഇത് ഫസ്റ്റ് അറിവ് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നല്ല പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചു. Congratulations and all the very best, കാർത്തിക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ആനി ചേച്ചിയുടെ വിശേഷങ്ങളും കാർത്തികയുടെ പാട്ടൊക്കെ ആയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള എപ്പിസോഡായിരുന്നു. അത് നമുക്കിവിടെ സന്തോഷപൂർവ്വം വൈൻഡപ്പ് ചെയ്യാം.